ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, വചന തിരുവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഇതാണ്. അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവനാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയം അവൻ്റെ ആത്മാവിനാൽ നിറയുകയും അവൻ്റെ ഹൃദയത്തിലെ പാപങ്ങൾ ഒലിച്ചുപോയി പകരം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഒക്കെ ലഭിക്കുന്ന കാര്യമാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നതും ചിന്തിക്കാൻ പോകുന്നതും. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ നമ്മുടെ ആത്മാവിനെ കഴുകുവാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ ദൈവാത്മാവിനാൽ നമ്മൾ കഴുകി വിശുദ്ധീകരിച്ച് നമ്മളെല്ലാവരെയും ആത്മാവിൽ സ്നാനപ്പെടുത്തുക എന്നതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബൈബിളിലേക്ക് നോക്കിയാൽ എല്ലാ മനുഷ്യരെയും തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എൻ്റെ പിന്നാലെ വരുന്നവനാകട്ടെ എന്നേക്കാൾ ശക്തനാണ്. അവനോ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 31 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നു. അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചിരുന്നവൻ എന്നോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വരുന്നതായി നീ കാണുന്നുവോ അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകും. എന്താണ് പരിശുദ്ധാത്മാവിനുള്ള കഴുകൽ? പ്രിയമുള്ളവരെ, ഇതേതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർക്കോ മതത്തിൽപ്പെട്ടവർക്കോ ഉള്ളത് മാത്രമാണെന്ന് കരുതാനൊക്കില്ല. കാരണം ക്രിസ്ത്യാനികളുടെ കുത്തകയല്ലാത്തത് കൊണ്ട്, മനുഷ്യരായി പിറന്ന സകലർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയായതുകൊണ്ട് ആത്മസ്നാനം യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന ഏവർക്കും അവകാശപ്പെട്ട ഒന്നാണ് ആത്മാവിലുള്ള കഴുകൽ. എന്താണ് ആത്മസ്നാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരെ കർത്താവ് ഒരുക്കിയത് ഒരു ആത്മസ്നാനത്തിന് വേണ്ടി ഒരുക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും കണ്ടാൽ. യേശു ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ഇവിടെ സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത ഒരുവനും സാധ്യമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വഴി സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദർശനവും പരിശുദ്ധാത്മാവ് വരുന്ന സ്വാതന്ത്ര്യവും എന്തെന്ന് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള നിറവ് അഥവാ പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനുള്ള നിറവ് നമുക്ക് അനുഭവിക്കുക ഇതാവശ്യമാണ്. ആത്മാവിൻ്റെ നിറവ് മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുന്നത്. എന്നാൽ ആത്മനിറവ് എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. കാരണം അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവാത്മാവിൻ്റെ നിറവ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതിനുശേഷമാണ് അവർക്ക് സ്നാനം നൽകിയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ഗതി നമുക്കൊന്ന് കണ്ടെത്താം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം തന്നെ 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം തുടങ്ങുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു, യേശു ദൈവപുത്രനാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. റോമായിലെ സഭയ്ക്കാണ് ഇത് എഴുതിയത്. തീർച്ചയായിട്ടും റോമായിലെ സഭ എന്ന് പറയുമ്പോഴേ യഹൂദ ഇതര സഭയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത ക്രൈസ്തവരാകാനുള്ളവരും ക്രൈസ്തവരായവരും യഹൂദ ഇതരരാണ്. അതിന് വിജാതിയർ എന്ന ഭാഷയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. വിജാതിയർക്ക് എഴുതിയ സുവിശേഷമാണ് വാസ്തവത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം. കാരണം റോമയിലെ സഭയ്ക്കാണ് എഴുതിയത്. റോമാക്കാർ യഹൂദരല്ല, യഹൂദരല്ലാത്തവർക്ക് എഴുതിയത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദരല്ലാത്തതുകൊണ്ട് നമുക്കുള്ള സുവിശേഷമാണിത്. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരുന്നത് വരെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാനാവില്ല എന്നറിഞ്ഞ കർത്താവ് പിശാചുക്കളെ കൊണ്ട് പോലും പറയിപ്പിക്കുന്നത് താൻ ദൈവപുത്രനാണെന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. അശുദ്ധാത്മാക്കളെ കൊണ്ട് തന്നെ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയിപ്പിക്കുന്ന കർത്താവ്. ഞാനിത് പറയുന്നത് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് താൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം ലഭിക്കുവാൻ അശുദ്ധാത്മാക്കളെ കൊണ്ടും കർത്താവ് വിളിച്ചു പറയിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു വൃന്ദം പിശാചുക്കൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നത ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഈ സംഭവം അറിയാമായിരിക്കണമല്ലോ. 5-ാം അധ്യായത്തിലെ ലഗിയോൻ ബാധിച്ച മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വൃന്ദം പിശാചുക്കൾ ബാധിച്ച മനുഷ്യൻ, അവനിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ കർത്താവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, മഹോന്നത ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങെന്നെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്നും പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ അനേകം പേരുണ്ട്. ഇവരെയാണ് പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടത്. അപ്പോൾ ഇവിടെയും യേശു ദൈവപുത്രനാണെന്ന് അവർ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ഉത്ഥാനത്തെ അംഗീകരിക്കാൻ പറ്റൂ. പൗലോസ് അപ്പോസ്തലൻ ഡമാസ്കസിലേക്ക് പോകുന്ന വഴി വീണു, യേശുവിനെ കണ്ടുമുട്ടി, അവിടെ നിന്ന് അന്ധനായി. പിന്നീട് നമ്മൾ കാണുന്ന അനന്യാസിൻ്റെ പക്കൽ അയക്കുന്നു. അദ്ദേഹം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മനിറവ് ലഭിച്ച പൗലോസ് ഏറെ താമസിയാതെ തന്നെ യേശു ദൈവപുത്രനാണെന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഏറെ താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. തുടർന്ന് നമ്മൾ കാണുന്നത് ഈ ശിഷ്യന്മാർ ഇത് പ്രഘോഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് യേശു തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവർ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹനാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവർ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു വരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പക്ഷേ ഇതിന് മറുപടി പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് നീ ക്രിസ്തുവാണ്. കാരണം വിജാതിയർക്കുള്ള സുവിശേഷമാണ് ഇവിടെ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ അവർക്ക് കഴിയുന്നില്ല, പത്രോസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത്. നീ ക്രിസ്തുവാണ് എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അടുത്ത വാക്യങ്ങളിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ഉത്ഥാനത്തെക്കുറിച്ച് അവിടെ നിന്ന് പറയുകയാണ്. ഇതാ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണിമാർ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞന്മാർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവ് 1-ാം പ്രാവശ്യം പ്രവചിക്കുന്ന രംഗമാണ്. താൻ എങ്ങനെയുള്ള പീഡകൾ സഹിക്കുമെന്നും അവസാനം താൻ എങ്ങനെ ഉത്ഥാനം ചെയ്യുമെന്ന് പറയുകയാണ്. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തറിയാവോ?
അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? പത്രോസിന് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കാതെ അവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാനോ ദൈവപുത്രനായ അവൻ ഉത്ഥാനം ചെയ്യുമെന്ന് വിശ്വസിക്കാനോ കഴിയുന്നില്ല. പത്രോസിന് മരണം വരെയുള്ള കാര്യം മാത്രമേ കാണൂ. കർത്താവേ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് അവന് മരണത്തിനപ്പുറത്ത് ഉള്ള നിത്യജീവനെക്കുറിച്ചോ ഉത്ഥാനത്തെക്കുറിച്ചോ ഗ്രഹിക്കുവാൻ ഉതകുന്ന രീതിയിൽ ഒരു ആത്മനിറവിൻ്റെ അനുഭവം അവനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാ പത്രോസ് അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവനെ തടസ്സപ്പെടാൻ തുടങ്ങി. കർത്താവിന് പറയാവുന്നതിൽ ഏറ്റവും മോശമായ രീതിയിൽ തന്നെ കർത്താവ് പറഞ്ഞു, സാത്താനെ, നീ ദൂരെ പോകൂ, നിൻ്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. ദൈവികമായ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടണമെങ്കിൽ, ദൈവികമായ ചിന്തകൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. ദൈവാത്മാവിൻ്റെ നിറവ് ഇല്ലാത്ത പത്രോസ് ഇതാ സാത്താനെ, നീ ദൂരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ശാസനവും കേൾക്കേണ്ടി വരുന്നു. പിന്നീട് കർത്താവ് ചെയ്ത കാര്യം, ഈശോയുടെ കാര്യം അങ്ങനെയാണല്ലോ, കർത്താവ് എപ്പോഴും കാരുണ്യവാനാണല്ലോ, അവിടെ നിന്ന് വിധിച്ച് തള്ളുന്നില്ല ആരെയും. ഇങ്ങനെ പറഞ്ഞ പത്രോസ്, വഴക്ക് പറഞ്ഞ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ഇതാ അവിടുന്ന് താബോർ മലയിലേക്ക് പോവുകയാണ്. താബോർ മലയിൽ ചെന്നിട്ട് 9-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ 6 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രം ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളതായി മാറി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞ്, മോശയ്ക്ക് 1, ഏലിയായ്ക്ക് 1, നിനക്കൊന്ന്, എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നൊരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ ശ്രവിക്കുവിൻ. പത്രോസും കൂട്ടരും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. 3 കൂടാരങ്ങളിൽ അവർക്ക് ഉണ്ടാക്കി ഗുരുവിനെ അവിടെ താമസിപ്പിക്കാൻ അവർ ഒതുങ്ങുന്നത്. അവിടെ സ്വർഗത്തിൽ നിന്ന് തന്നെ അവർക്ക് വെളിപ്പെടുത്തൽ കിട്ടും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. കർത്താവ് വീണ്ടും അവരോട് പറഞ്ഞു, വരൂ മക്കളെ, നമുക്ക് പോകാം. അവൻ പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. താൻ ഉയർത്തെണീറ്റ് കഴിയാതെ ഈ കാര്യം ആരോടും പറയരുതെന്ന് അവൻ പറഞ്ഞു. തിരിച്ച് വീണ്ടും അവർ ജെറുസലേമിലേക്ക് പോവുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വരുമ്പോൾ വീണ്ടും കാണുന്നു, അവൻ അവിടെ യാത്ര തിരിച്ചു ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവരെ പ്രഹരിക്കും, തുപ്പും, വധിക്കുകയും ചെയ്യും. അവർ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ വചനം അവർക്ക് മനസ്സിലായില്ല, എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ മുതിർന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് 2ാമത് പ്രവചിച്ചപ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. വീണ്ടും കർത്താവ് പല അത്ഭുതങ്ങളും പ്രവർത്തിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു 32 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവർ 12 പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? താബോർ മലയിൽ പോയ 2 പേരും എത്തി, സബദീപുത്രന്മാരെത്തി. അവർ പറയുകയാണ്, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ നിൻ്റെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കൂ. അവർ കുടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഇടതും വലതും ഇരിക്കേണ്ടത് ആരാണെന്ന് പിതാവാണ് നിശ്ചയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അവർ ഇപ്പോഴും കാണുന്നത് യേശുവിനെ ഒരു രാഷ്ട്രീയ വിമോചകനായിട്ടാണ്. റോമിൻ്റെ ആധിപത്യത്തിൽ നിന്നും ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്ന ഭരണകർത്താവ്. ആ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ ഒരുവന് വലതുവശവും മറ്റൊരുവന് ഇടതുവശവും, ഒരുവന് ധനകാര്യവും ഒരുവന് അഭ്യന്തരവും തരുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 3ാമത്, ഇനി എന്തിനധികം, കർത്താവിനെ പിടിക്കുന്നതിൻ്റെ തലേ രാത്രി കർത്താവ് പറഞ്ഞു, ഇതാ
പത്രോസിനെ വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ് 14-ാം അധ്യായത്തിലെ 27 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ശരി, ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. ലൂക്കാസ് സുവിശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 22-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുകയാണ്, ഇതാ പത്രോസ് അവിടെ ചെന്ന് ഇതേപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, യോനാടെ പുത്രനായ ശിമയോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവനോട് പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിൻ്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ഉടനെ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ സമയം കർത്താവ് പറയുന്നുണ്ട്, പത്രോസെ, ഇന്ന് കോഴി കൂവണമെങ്കിൽ നീ 3 പ്രാവശ്യം എന്നെ അറിയില്ല എന്ന് തിരിച്ചു പറയണം, തള്ളി പറയേണ്ടി വരും. ഈ പത്രോസ് എത്ര ദയനീയമായിട്ടാണ് അന്ന് രാത്രി തന്നെ പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും ഒരു വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ തന്നെ പറയേണ്ടി വന്നു, ഞാൻ അവനെ അറിയത്തില്ലെന്ന്. അപ്പോഴും വേറൊരുവൻ പുറത്ത് വെച്ച് കണ്ടപ്പോൾ അവൻ ചോദിച്ചു, നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ഞാൻ അവനെ അറിയത്തേയില്ലെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു. ഉടൻ കോഴി കൂവി. ഇത് പറയുന്നത് പത്രോസിന് ഇത്രമാത്രം താക്കീത് ലഭിച്ചിട്ടും ആ ഗുരുവിനെ ഏറ്റുപറയുവാനുള്ള ധൈര്യമില്ലാതെ വന്നത് ഒരു ആത്മനിറവിൻ്റെ അനുഭവം അവനുണ്ടായിട്ടില്ല. വീണ്ടും നമ്മൾ കാണുന്നു പത്രോസിന് കർത്താവിനെ പിടിക്കുന്ന രംഗമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 48 മുതലുള്ള വാക്യങ്ങൾ. യേശു അവനോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. കർത്താവിനെ പിടിക്കുന്ന രംഗത്തും ഒരു ശിഷ്യനോട് ഇവിടെ പറയുന്നുണ്ട്, ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അതിൻ്റെ കാരണം എന്താണെന്നും അടുത്ത് താഴെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, മറ്റവരെല്ലാവരും ഓടിപ്പോയപ്പോൾ ഇവന് ഓടാൻ പറ്റത്തില്ല, കാരണം ഇവന് ഒരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു യുവാവ് മാത്രം അവനെ അനുഗമിച്ചു. അവനൊരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. ഉടനെ അവൻ പുതപ്പും ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ഈ 12 പേരുടെയും ദയനീയമായ ഓട്ടമെന്ന് ഓർത്ത് നോക്കിക്കേ. എന്തുകൊണ്ടങ്ങനെ ഓടി? കർത്താവിനോട് കൂടെ നടന്ന് അവനോടൊത്ത് ഭക്ഷിച്ചു, അവനോടൊത്ത് കിടന്നു, അവനോടൊത്ത് അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിച്ചത് ഓരോന്നും കണ്ടു. എന്തിനധികം അവരെ പറഞ്ഞു വിട്ടിട്ട് അവർ പോയി പിശാചുക്കൾ പോലും നിലം പതിക്കുന്ന കണ്ട പാർട്ടിയാണ്. എത്രയെത്ര അത്ഭുതങ്ങൾ കണ്ടു, പക്ഷേ ദൈവാത്മാവ് അവരുടെ മേൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ദയനീയമായി പരാജയപ്പെടുന്നവർ എന്തിനധികം യേശുവിൻ്റെ ഉത്ഥാനാനന്തരമുള്ള സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഒരുവൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് കേട്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്നാൽ ഞാൻ പിതാവിൻ്റെ പക്കൽ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക. ഞാൻ പറയുന്നത്, ഈ സംഭവം അറിഞ്ഞ് മറിയവും മറ്റും മറിയവും കൂടി ഇതാ ശിഷ്യന്മാർ കഥ കടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം പോയല്ലോ, നമ്മുടെ ഗുരുവിനെ ദയനീയമായി മരിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോഴാണ് ഇവർ ഓടി വരുന്നത്. വാസ്തവത്തിൽ ജീസസ് ഓഫ് നസറത്ത് എന്ന സിനിമയിലാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതിനകത്ത് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും ഓടി ഇവിടെ വന്നത്, പത്രോസും കൂട്ടരും എല്ലാവരും കൂടെ ഇവർക്കെന്തോ കുഴപ്പം പറ്റിയല്ലോ. നമ്മുടെ പത്രോസേ, നമ്മുടെ കർത്താവ് ഉയർത്തെണീറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് അവർ വരുന്നത്. പക്ഷേ അവർക്ക് മനസ്സിലായില്ല. കുറേ തർക്കത്തിന് ശേഷം പത്രോസും യോഹന്നാനും കല്ലറയിങ്കൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ചെന്ന് അവർ കണ്ടു, പത്രോസ് കർത്താവിൻ്റെ വസ്ത്രം അവിടെ കിടക്കുന്നത് കണ്ട് ഉറപ്പുവരുത്തിയ ശേഷം പത്രോസ് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇതാ ഞാൻ
നിങ്ങൾ വല്ലവരും പോരുന്നോ? ഞാൻ ദാ മീൻ പിടിക്കാൻ പോകുന്നു. ആ 10 പേരെയും കൂട്ടി കടലിലേക്ക് പോകുന്ന പത്രോസ് ഉത്തിതനായ കർത്താവിനെ ഉയർത്തെണീറ്റ കല്ലറ കണ്ട് ഉറപ്പുവരുത്തിയിട്ടും പത്രോസിന് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ദൈവാത്മാവിൻ്റെ നിറവ് അന്ന് വരെ അവനുണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത്, വീണ്ടും നമ്മൾ കാണുന്നത്, അവിടെ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് സഹ്യോൻ ഊട്ടുശാലയിൽ ഇരുത്തി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മക്കളെ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 1:5 ലൂക്ക ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ഇതാ യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേക്കും. 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നിങ്ങൾ യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ നാനാഭാഗത്തും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പ്രത്യക്ഷനായി. ഇതാ മാതാവിനോടും അപ്പോസ്തലന്മാർ മാതാവിനോട് കൂടെ ഇതാ സഹ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, തീനാക്ക് പോലെയുള്ള പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വരികയും അവരെല്ലാവരും ശക്തരാകുകയും, നേരത്തെ വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞില്ലേ, ഇതാ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല, യേശുവിൻ്റേതാണ്. എന്തിനധികം പറയണം? 2-ാം അധ്യായത്തിലെ അവൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പത്രോസിൻ്റെ പ്രസംഗം ഉദ്ധിതനായ കർത്താവിനെ കുറിച്ചാണ്. ക്രിസ്തു ഉയർത്തെണീറ്റിരിക്കുന്നു, അവൻ ഉയർത്തെണീറ്റ് സ്വർഗാരോഹണം ചെയ്ത് അവൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഈ ആത്മാവാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആത്മനിറവിൻ്റെ അനുഭവം ആദ്യ പെന്തക്കോസ്ത അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേട്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് അത് മനസ്സിലായി. അവരെല്ലാവരും താന്താങ്ങളുടെ ഭാഷയിൽ ലഭിച്ചു കേട്ടു. അപ്പോഴേക്കും മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞു, ചില പരിസയന്മാർ വിളിച്ചു പറഞ്ഞു, ഇവന്മാർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണെന്ന്. പത്രോസ് പറഞ്ഞില്ലേ, ഹേ മനുഷ്യരെ, ഇവരാരും ലഹരി പിടിച്ചിട്ടല്ല. പിന്നെയോ ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ. അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും, അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. പ്രിയമുള്ളവരെ, ഇതവിടെ സംഭവിച്ചു. അവിടെ മുതൽ നമ്മൾ കാണുന്നത് ആത്മസ്നാനം പല തവണ മനുഷ്യർക്ക് കിട്ടുന്നതായിട്ട് കാണാം. പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു യേശുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ. ആ സമയം ശിഷ്യന്മാരിതാ ഭയവിഹ്വാലരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു രംഗം അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 30 മുതലുള്ള വാക്യങ്ങൾ, കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം സധൈര്യം പ്രഘോഷിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:30-31 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. വീണ്ടും നമ്മൾ കാണുന്നു പല സമയത്തും ആത്മനിറവിൻ്റെ അനുഭവം കിട്ടുന്നത്. ഇതാ നമ്മൾ പിന്നീട് കാണുന്നത് സ്തെഫാനോസിൻ്റെ മരണമാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇത് അവിടെ എഴുതി വച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ ആകാശത്തിലേക്ക് നോക്കി. വീണ്ടും നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജാതിയരുടെ ഇടയിൽ മേൽ പോലും പരിശുദ്ധാത്മാവ് വരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. സമരിയാക്കാർ ദൈവവചനം ശ്രവിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസും യോഹന്നാനും അവരുടെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയേ ചെയ്തുള്ളൂ. അവർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു, അവർ ആത്മനിറവ് പ്രാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസസിലെത്തി. അവിടെ എത്തിയപ്പോൾ ഏതാനും ചില ശിഷ്യന്മാരെ കണ്ടെത്തി. അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന ഒന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനം. യോഹന്നാൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജലത്താൽ സ്നാനപ്പെടുത്തി. എന്നാൽ അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രിയമുള്ളവരെ, ഇന്നും മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവരാകട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാൻ ആത്മസ്നാനത്തിന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും ആത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:37 പത്രോസിൻ്റെ പ്രസംഗം കേട്ട ജനം ഹൃദയം നുറുങ്ങി ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപവിമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കൂ. ദൈവാത്മാവിൻ്റെ നിറവ്, ഈ ആത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സകലർക്കുമുള്ളതാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം ഒരു ആത്മനിറവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും
ആത്മാവിനെ വർഷിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളുടെ മേലുള്ള ശിക്ഷ ഏറ്റെടുത്തുവെന്നും അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവെ അങ്ങ് പീഡകൾ സഹിച്ചുവെന്നും ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ വേണ്ടി അവസാനത്തുള്ള രക്തം വരെ പാപവിമോചനത്തിന് വേണ്ടി ചിന്തിയെന്നും ഹൃദയത്തിൽ ശങ്ക കൂടാതെ വിശ്വസിച്ച് ആര് വിശ്വസിക്കുന്നു അവരിലേക്ക് ജീവദാതാവായ ആത്മാവായി അങ്ങ് ഇറങ്ങി വന്ന് ഇപ്പോൾ ദൈവാത്മാവിൻ്റെ നിറവ് ഈ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നൽകുവാനും അതുവഴി ആത്മനിറവിൽ ആനന്ദിക്കുവാനും ആത്മനിറവിൻ്റെ പരിണിത ഫലമായ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ഈ വാചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയും നിറയുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ആ നിറവിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ തലത്തിൽ പൂർണ്ണ സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.